ഫുഡ്. കാരണം ഇന്നസെന്റ് ഏട്ടൻ ഞങ്ങളൊക്കെ ഒരു അമ്മയുടെ ഗോഡ് ഫാദർ ആയിട്ട് കാണുന്നത് ഇന്നസെന്റ് ഏട്ടനാണ് ഈച്ച് നവംബർ. പക്ഷെ അദ്ദേഹം ഒരു വിക്ടിമായിരുന്നു, ക്യാൻസർ വിക്ടിമായിരുന്നു, പേഷ്യന്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു മാമോഗ്രാം സംഘടിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അത് സാധ്യമായത് ഇപ്പോഴാണ്. അത് അതിന് നേതൃത്വം കൊടുത്ത അമ്മയുടെ ഞങ്ങളുടെ തലപ്പത്തുള്ള പ്രസിഡന്റും സെക്രട്ടറിക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം പ്രത്യേകിച്ച് ഞാൻ ആ കമ്മിറ്റിയിലുള്ള ഒരാളാണ്. 8-9 വർഷമായിട്ട് അതിൽ തുടർന്ന് പോകുന്ന ഒരാളാണ്. അതിൽ ഒരുപാട് പ്രൊജക്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും മനോഹരമായ ഒരു പ്രോജക്റ്റാണ് ഇപ്പൊ IRAയും പിന്നെ സ്വസ്തിക് അവരും കൂടി ചേർന്ന് ചെയ്തത്. കാരണം മനുഷ്യന് കേസും അതുപോലെ തന്നെ രോഗങ്ങളും ഇല്ലെങ്കിൽ തന്നെ ജീവിതം സന്തോഷമായി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്നത് ആരോഗ്യത്തോടെ ഇരിക്കുക. എത്ര കോടി പണവും നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ കാണുന്നതാണ്. നമ്മള് രോഗം വന്നാൽ എല്ലാം തീർന്നു. നമുക്ക് കഴിക്കാനും അതുപോലെ തന്നെ മരുന്ന് ചെയ്യാനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോ കാശ് ഉണ്ടായിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ഡയഗ്നോസ് ചെയ്തിരുന്നെങ്കിൽ പല രോഗങ്ങളും നമുക്ക് മാറ്റാമായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ളവർ അത് ആ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എന്റെ ഫാദർ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. 4th സ്റ്റേജിലാണ് അറിയുന്നത്. അപ്പൊ അത് നേരത്തെ ഡയഗ്നൈസ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു. അന്ന് ഞാൻ ഓർത്തതാണ് എന്ത് ടെസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്തിരിക്കുക. പലർക്കും ഭയമാണ്. എന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർക്ക് ടെസ്റ്റിന് പോവുക എന്ന് പറഞ്ഞാൽ ഭയമാണ്. പക്ഷെ ഞാൻ സ്ഥിരം രക്തം എന്റെ വളരെ റെയർ ഗ്രൂപ്പാണ്. ഞാൻ തമാശക്ക് പറയാറുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ബ്ലഡ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് കൊടുത്തിട്ടുമുണ്ട്. വളരെ അത്യാവശ്യം ചില VIPസിന് വേണ്ടിയിട്ട് മാത്രം എന്റെ നമ്പർ മാറ്റി വെച്ചിരിക്കുകയാണ് പല ബ്ലഡ് ബാങ്കുകളും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എപ്പോഴും റെഡി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ടെസ്റ്റ് ചെയ്തിട്ട് ബ്ലഡ് ഉണ്ടോ ഷുഗർ ഉണ്ടോ എല്ലാം അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്ത് കഴിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. അപ്പോ എന്തെങ്കിലും ഒരു ഹൈ ബോർഡറിൽ നമ്മള് സിനിമയിലുള്ള പ്രവർത്തിക്കുന്നവർക്ക് പല സ്ഥലത്ത് പല ഭക്ഷണമായിരിക്കും. എപ്പോഴും വീട്ടിൽ നിന്ന് കഴിക്കാൻ സാധിക്കില്ല. അപ്പോൾ ചില ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം സഹായകരമാകും. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇനീഷ്യേറ്റീവ് യഥാർത്ഥത്തിൽ ഒരു പുണ്യകർമ്മം തന്നെയാണെന്നാണ് പറയുന്നത്. കാരണം ജീവൻ ദൈവത്തിന്റെ കയ്യിലാണെന്ന് പറയും. ദൈവത്തിന്റെ കയ്യിലല്ല, പാതി നമ്മളുടെ കയ്യില, പാതി ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പാതി നമ്മൾ നോക്കണം. ആയുസ് എത്തിയാൽ പോകണമെന്ന് പറയും. പക്ഷെ കിടന്ന് നമ്മുടെ ആയുസ് കളയരുത്, കിടന്നു പോകരുത്. അപ്പോ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കയ്യില് കാശും പോവും ആളും പോവും എന്ന് പറയുന്ന രീതിയാണ്. പക്ഷെ നമ്മൾ ഡയഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും നമുക്ക് നഷ്ടമാവില്ല എന്നുള്ളതാണ്. തുടക്കത്തിൽ ഇപ്പോൾ ഒരുപാട് ക്യാൻസർ ക്യൂർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇനീഷ്യേറ്റീവിനാണ് നിങ്ങൾ അതോടൊപ്പം തന്നെ അമ്മയും ചേർന്ന് ഈ ഒരു ഈ ഒരു പ്രൊജക്ട് ലൈവാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് മഞ്ജു വാര്യര് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഓരോ ദിവസവും ഞങ്ങൾ എത്തുന്നത്. ഇപ്പൊ ഞാൻ യാത്രയിലാണ്, ഞാൻ വണ്ടിയിലിരിക്കുന്നുണ്ട്. സോറി, ലൈറ്റ്സ് ആവശ്യത്തിൽ ലൈറ്റ്സ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഇതിൽ അത്യാവശ്യം ഞാൻ പങ്കെടുക്കേണ്ടതാണ് എവിടെയാണെങ്കിലും. അപ്പൊ ഒരു തൃശങ്ക് സ്വർഗത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ശരിക്കും. ഭൂമിയിലും അല്ല ഇതിലും അല്ലാത്ത അവസ്ഥയിൽ കാറിന്റെ സീറ്റിന്റെ മുകളിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയൊക്കെ അവയർനെസ് കൊടുക്കാൻ സാധിക്കും അവിടെയൊക്കെ ഞാൻ പോകാറുണ്ട്. ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു ക്യാൻസർ പേഷ്യൻസിന്റെ. അന്ന് ഗംഗാരൻ ഡോക്ടറിന്റെ അടുത്ത് വിളിച്ചിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ ഇതുപോലെ ഗ്രാൻഡ് മദറിന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ തവണ ഞാൻ ടെസ്റ്റിന് ഞാൻ വന്നു കഴിഞ്ഞപ്പോ നമ്മളവിടെ സർവീസിന് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അധികം ആൾക്കാരെ കാണാതെ ഇപ്പൊ പെട്ടെന്നൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനും ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഈ ക്യാൻസർ ഡിറ്റക്ഷൻ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ വളരെ സന്തോഷമായി. കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഇതാണ് ചെക്ക് ചെയ്തത്. അത് വളരെ നല്ല രീതിയിൽ അവര് നമ്മളെ ടേക്ക് കെയറും ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസമായി. കാരണം പ്രത്യേകിച്ച് കലാകാരന്മാരിൽ പലരും ക്യാൻസർ ബാധിതരായിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ പല ഭക്ഷണങ്ങൾ പല രീതിയിലുള്ള ഫാസ്റ്റ് ഫുഡ് നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ പോയി കഴിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ടെസ്റ്റ് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ഇതോടുകൂടി നിർത്താതെ സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഒരു ക്യാൻസർ വീക്കോ അല്ലെങ്കിൽ ക്യാൻസർ മന്ത് എന്നും പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയൊരു പുണ്യകർമ്മം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. അത് തികച്ചും ശ്ലാഘനീയം തന്നെയാണ്, അഭിനന്ദിക്കേണ്ട കാര്യമാണ്. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എനിക്ക് തോന്നുന്നു എന്റെ സിനിമയിലെ സഹപ്രവർത്തകരും ഇതിന് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്റെ വീട് എന്റെ കാർ എന്നല്ല, ഇവിടെ ചുറ്റും കാണുന്നത് എല്ലാവരും എന്റെ സിസ്റ്റേഴ്സ് എന്റെ ബ്രദേഴ്സ് എന്നുള്ള ചിന്ത നമ്മുടെ പ്ലഡ്ജ് പോലെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ സാധിക്കും. ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കും, അവയർനെസ് കൊടുക്കാൻ സാധിക്കും. അതിലൂടെ മെഡിക്കേഷനുള്ള ഹെൽപ്പുകൾ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സഹായം, അങ്ങനെയുള്ള കൈകൾ വരട്ടെ. അതാണ് യഥാർത്ഥ പുണ്യകർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഇൻഷാല്ലാ തുടർന്നും ഇതുപോലുള്ള പരിപാടികളുടെ ഭാഗമാക്കുക എന്ന് അങ്ങോട്ട് അപേക്ഷിക്കുകയാണ്. ഏതിനും കൂടെ ഉണ്ടാകുമെന്നും അമ്മയുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നു. ആ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ
അവിടെയുള്ള എല്ലാവരും വളരെയധികം സന്തോഷത്തിലും ത്രില്ലുമാണ്. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. അതാണ്. എങ്ങനെയാണ്, എവിടെയാണെന്നുള്ളത് പലർക്കും അറിയില്ല. അത് ഇൻഫോം ചെയ്തു തന്നു. അതിന് IRIക്ക് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലത്തേക്കാണ് ഞാൻ ഇതിനകത്ത് വിടവാങ്ങുന്നത്. വീണ്ടും മറ്റൊരു അവസരത്തിൽ ഈ ടീമുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും.